ഹായ് ഓൾ, ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കല്യാണം ഉണ്ട് കേട്ടോ. പൊതുവെ എനിക്ക് കല്യാണത്തിനൊക്കെ പോകാൻ ഇഷ്ടമാണെങ്കിലും ഇന്ന് ഇത്തിരി ഇഷ്ടം കുറവാണ് കേട്ടോ. വേറൊന്നല്ല, ഹസ്ബൻഡിന് ഇന്ന് പുതിയ ഷർട്ടും ഞാനിടുന്നത് ഒരു പഴയ ഡ്രസ്സുമാണേ. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പുള്ളിയുടെ ഷർട്ടിന് മാച്ചായ ഒരു ഡ്രസ്സ് ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ അയൺ ചെയ്യുന്ന പരിപാടി ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ തേച്ച ചുളുക്കൊട്ട് പോവുകയുമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുമില്ല. അതൊക്കെ പോട്ടെ, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ ഷിത്തിൻ്റെ ആണ്. ഇതിലൊരല്പം വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അത് സെറ്റാവും. പിന്നെ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഫൗണ്ടേഷനാണ്. വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ. ഒരു 5-6 അവറൊക്കെ ലാസ്റ്റ് ചെയ്യും. അത്യാവശ്യം കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു ഫൗണ്ടേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐബ്രോസിന് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് സാധാരണ നോർമൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. കുറേ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. ഫേസിൽ ഒരു മേക്കപ്പ് പോലും ചെയ്തില്ലെങ്കിൽ കൂടി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്തോ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഹെയറിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. ഒരുപാട് ഹെയർ സ്റ്റൈലുകൾ ട്രൈ ചെയ്യുമെങ്കിലും അവസാനം എല്ലാം കൂടി വാരിക്കെട്ടി ഒരു കൊമ്പ് പോലെ കെട്ടി വയ്ക്കുന്ന സന്തോഷം വേറെ ഒന്നും ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഒരു വാച്ചും കിട്ടി. ഞങ്ങൾ രണ്ടുപേരും പയ്യെ റെഡിയായി. അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളേ.